ഹായ് കൂട്ടുകാരെ, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മുടെ ബീബി വീട്ടിൽ നടന്ന സംഭവങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്കറിയണ്ടേ. അപ്പോൾ ഇന്നത്തെ എപ്പിസോഡിൽ നമ്മുടെ ലാലേട്ടൻ വന്നിട്ട് എല്ലാവരും വിഷ് ചെയ്തതിന് ശേഷം ഓരോരുത്തരോടും ഓരോ കാര്യങ്ങൾ ചോദിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഹോട്ടൽ ടാസ്കിനെ കുറിച്ചിട്ടും ടാസ്ക് എങ്ങനെ ചെയ്യണമെന്നതിനെക്കുറിച്ചും പറഞ്ഞു. അപ്പോൾ എന്തിനാണ് അനീഷിനോട് സമരം ചെയ്ത് എന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോൾ അനീഷ് പറയുന്നുണ്ട്, എൻ്റെ സ്റ്റാറിന് വേണ്ടിയിട്ടാണോ നിങ്ങൾ കളിക്കുന്നത് എന്നാണ് ചോദിക്കുന്നത്. നിങ്ങളുടെ അവകാശം ചോദിക്കണം, പക്ഷെ അവർ തിരക്കിലായിരിക്കും എന്ന് പറഞ്ഞുകൊണ്ട് ലാലേട്ടൻ അത് ഒഴിവാക്കി വിടുന്നു. അതിനുശേഷം അനീഷ് ഷാനവാസിനെ നന്നായിട്ട് അപ്രിഷ്യേറ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഷാനവാസിനോട് പറയുന്നുണ്ട്, ഗസ്റ്റ് പറയുമ്പോൾ ഞാൻ യൂണിഫോം വേഗം പോയി ഇട്ട് വന്നിട്ട് വേണം ഡ്യൂട്ടി ചെയ്യുക. അപ്പോൾ അത് ഗസ്റ്റിന് ഇഷ്ടമാവും. അങ്ങനെയാണ് നമ്മൾ ഗസ്റ്റിനെ ഇമ്പ്രസ് ചെയ്യിക്കുക എന്ന് പറയുന്നുണ്ട്. അല്ലാതെ അവരോട് വഴക്കിടുകയല്ല വേണ്ടേ എന്ന് പറയുന്നുണ്ട്. അതുപോലെ തന്നെ ഭക്ഷണത്തിൻ്റെ കാര്യത്തിലായാലും ബിന്നി പറയുന്ന അനുസരിക്കാതെയാണ് ഉനിയിൽ എല്ലാ കാര്യങ്ങളും ചെയ്തത്. അത് അവരുടെ മിടുക്കാണ്, അങ്ങനെ വേണം ടാസ്ക് ചെയ്യാൻ എന്നാണ് ലാലേട്ടൻ പറയുന്നത്. പിന്നെ ജിഷിനോട് എന്തിനാണ് സമരം ചെയ്തത് എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അങ്ങനെ പട്ടിണി സമരം ചെയ്യരുത്, നമ്മളൊരു വീട്ടിലാവുമ്പോൾ നമുക്ക് അതിനൊരു സൊല്യൂഷൻ ഇനി തൊട്ട് കാണണമെന്ന് പറഞ്ഞ് പുതിയ ആളോട്, അതായത് നമ്മുടെ പുതിയ ക്യാപ്റ്റൻസിയോട് കാര്യങ്ങൾ എങ്ങനെ ചെയ്യണമെന്ന് ചോദിക്കുന്നുണ്ട്. ലാലേട്ടൻ അതിനൊരു സജഷൻ പറഞ്ഞു കൊടുക്കുന്നുമുണ്ട്. പിന്നെ നമ്മുടെ അനീഷിനെയും നമ്മുടെ ഷാനവാസിനെയും അന്ന് ഗസ്റ്റിൻ്റെ മുന്നിൽ വെച്ചിട്ട് ഐ ലവ് യു പറയിച്ചതുപോലെ ലാലേട്ടൻ പറയുന്നത് എൻ്റെ മുൻപിൽ വെച്ചൊന്ന് പറയൂ എന്ന് പറയുമ്പോൾ അനീഷിന് ആദ്യം ഒരു നാണമൊക്കെ വരുന്നുണ്ട്. പിന്നീട് അനീഷ് ഐ ലവ് യു ഡിയർ ഫ്രണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് ഷാനവാസിനെ കെട്ടിപ്പിടിക്കുന്നുണ്ട്. അതെല്ലാവർക്കും ഭയങ്കര ഇഷ്ടമായി. അതാണ് സ്നേഹം, ഇങ്ങനെ ആയിരിക്കണം സ്നേഹം എന്ന് പറയുന്നത്. പിന്നെ അതിനുശേഷം കണ്ണാൻ തമ്പി പോരാമോ എന്നുള്ളൊരു പാട്ട് അനീഷിനെ നോക്കി ലാലേട്ടൻ പാടുന്നുണ്ട്. പക്ഷെ അതൊക്കെ ഭയങ്കര രസമായിരുന്നു. ഇനിയിപ്പോൾ നാളെ ആയിരിക്കും ആരാണ് വീട്ടിൽ നിന്ന് പുറത്ത് പോകുന്നത്, ആരാണ് അവിടേക്ക് നിൽക്കാനുള്ളത് എന്ന് പറഞ്ഞു. അതിൻ്റെ ഇടയ്ക്ക് വേറൊരു ട്വിസ്റ്റ് നടന്നു കേട്ടോ. ഒരു ഗസ്റ്റ് വരുന്നുണ്ട് എന്ന് പറഞ്ഞു. അങ്ങനെ ഗസ്റ്റ് വരുന്നുണ്ട് എന്ന് പറഞ്ഞ സമയത്ത് ഇവരെല്ലാവരും ആകാംക്ഷയോട് കൂടി പുറത്തേക്ക് പോകുന്നുണ്ട്. പുറത്ത് പോയിരുന്നിട്ട് ഇവർ പാട്ട് വെച്ചിട്ട് ഇങ്ങനെ ഡാൻസൊക്കെ ചെയ്യുന്നുണ്ട്. അപ്പോൾ പെട്ടെന്ന് അനുവിൻ്റെ പ്ലാച്ചി ഇക്കരേക്ക് ചാടും. ആരോ അവിടെ നിന്ന് എടുത്ത് ഇപ്പുറത്തേക്ക് ഇടും. ഒരു കൊടയൊക്കെ തലയിൽ ചൂടി കൊടുത്തിട്ട് അനു ആകെ സ്തംഭനാവസ്ഥയിലാവും. പിന്നെ അനു ഓടി പോയിട്ട് അതിനെടുത്ത് കുറേ ഉമ്മയൊക്കെ കൊടുക്കുന്നുണ്ട് കേട്ടോ. അതൊക്കെ കണ്ടപ്പോൾ ഒരുപാട് സന്തോഷം. ഈ കൂടെ അതിൻ്റെ ഒപ്പം തന്നെ അപ്പം ആര്യനും ഇവരൊക്കെ അതിന് ഒരു പുച്ഛിച്ച മാതിരി തള്ളുന്നുണ്ട്. അത് നമുക്കൊരു വസ്തുവിനോട് ഇഷ്ടം തോന്നുന്നത് പല രീതിയിൽ. ഈ പുച്ഛാവസ്ഥയാണ് എല്ലാത്തിനും പ്രശ്നം. അതിനൊരു നല്ല മൈൻഡോടുകൂടി കാണുകയാണെങ്കിൽ എന്തൊരു സന്തോഷമുണ്ട്. ആര്യൻ്റെ മുഖം അപ്പം തന്നെ മാറി. അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ വിശേഷങ്ങൾ. ഓക്കേ.